സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഓയിലി സ്കിൻ ആവണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് പിമ്പിൾസോ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് 2% വരെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കരുത്. സെറത്തിന്റെ ഫോമിലോ ടോണറിന്റെ ഫോമിലോ ആണെങ്കിൽ ഇത് വീക്കിലി വൺസോ ടോയ്സോ യൂസ് ചെയ്താൽ മതി. ഒരിക്കലും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്കിൻ സൺ സെൻസിറ്റീവ് ആവാനായിട്ട് പോണില്ല. കാരണം ഒരുപാട് എക്സ്ഫോളിയേഷൻ ഇത് കാരണം നടക്കാനായിട്ട് പോണില്ല. അടുത്തതാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഗ്ലൈക്കോളിക് ആസിഡ് നമുക്ക് ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻ ഒഴികെ ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യും. നമ്മൾ 12% വരെ പറയുമെങ്കിലും ഫേസിൽ നമ്മൾ 7 to 8% വരെ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. വീക്ക്ലി വൺസോ ടോയ്സോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതും നൈറ്റിൽ തന്നെ യൂസ് ചെയ്യണം. കാരണം ഗ്ലൈക്കോളിക് ആസിഡ് സ്കിന്നിൽ എക്സ്ഫോളിയേഷൻ നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ചിലപ്പോൾ സൺ സെൻസിറ്റീവ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് മസ്റ്റ് ആയിട്ടും നമ്മൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വിറ്റാമിൻ സി സിറവും സാലിസിലിക് ആസിഡ് സിറവും ഗ്ലൈക്കോളിക് ആസിഡ് സിറവും ഒന്നും ഒരുമിച്ച് ഉപയോഗിക്കാനും പാടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ നെറ്റ് വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.